ഇപ്പോൾ ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ തൃപ്പൂണിത്തറയിൽ കിടപ്പ് രോഗിയായ അച്ഛനെ മകൻ ഉപേക്ഷിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിലായിരിക്കുന്നു. ഏരൂർ സ്വദേശി അജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നു. ടോം, ഏറെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. എന്താണ് പോലീസിന്റെ നടപടി? സജിത്ത്, തൃപ്പൂണിത്തുറയിലെ 4 ദിവസം മുൻപാണ് കിടപ്പ് രോഗിയായ അച്ഛനെ മകൻ വാടക വീട്ടിലാക്കി ഉപേക്ഷിച്ചു പോയ സംഭവം ഉണ്ടാകുന്നത്. ഈ തൃപ്പൂണിത്തുറ ഏരൂരിലായിരുന്നു സംഭവം. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും അതേ തുടർന്ന് പോലീസിനോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് വിവിധ മാധ്യമങ്ങളിൽ നിന്ന് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ മകൻ അജിത്തിനെതിരെ പോലീസ് കേസെടുത്തത്. ഇപ്പോൾ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിതാവ് ഷൺമുഖനെ മകൻ അജിത്തും കുടുംബവും ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. കിടപ്പ് രോഗിയായ അച്ഛനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ സംഭവം ഏറെ ചർച്ചയൊക്കെ ആയതാണ്. അതിനുശേഷമാണ് മനുഷ്യാവകാശ കമ്മീഷനും പോലീസും ഈ വിഷയത്തിൽ ഇടപെട്ടത്. 2 ദിവസം ഭക്ഷണം പോലും കിട്ടാതെ ഈ വയോധികൻ ഏറെ ദുരിതമനുഭവിച്ച കാഴ്ച, ഏറെ ദയനീയമായിട്ടുള്ള കാഴ്ചയായിരുന്നു അത്. അച്ഛൻ ഷൺമുഖനെ മകൻ നോക്കുന്നില്ലെന്ന് നേരത്തെ പരാതി ഉണ്ടായതാണ്, ഉയർന്നു വന്നതാണ്. കഴിഞ്ഞ ദിവസം മകൻ അജിത്തും കുടുംബവും വീട് വിട്ട് മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് അച്ഛനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. പരിസരത്ത് ഈ സമീപവാസികൾ, അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വീട്ടുടമ സ്ഥലത്തെത്തിയും വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. അത് വീട്ടിൽ ആരോ ഉണ്ടെന്ന് സംശയം തോന്നിയതിനെ തുടർന്ന് അയൽക്കാർ നടത്തിയ പരിശോധനയിലാണ് കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വന്തമായി ഭക്ഷണം കഴിക്കാനോ മറ്റ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനോ കഴിവില്ലാത്ത, ശേഷിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വയോധികൻ അവിടെ വീട്ടിൽ 2 ദിവസത്തോളം കഴിഞ്ഞത്. തുടർന്ന് നമ്മളൊക്കെ ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്ത പൊതുമധ്യത്തിൽ കൊണ്ടുവന്നു. പിന്നീട് പോലീസും മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടു. ഈ വിഷയത്തിൽ ഈ മക്കൾ തമ്മിലുള്ള ചില തർക്കമാണ് അച്ഛനെ ഉപേക്ഷിക്കാൻ കാരണമായത് എന്ന രീതിയിലൊക്കെ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് പിന്നില് ചില മക്കൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണെന്നൊക്കെ രീതിയിലുള്ള വാദങ്ങളാണ് 2 മക്കളും ഉന്നയിച്ചത്. പക്ഷേ ഒരു അച്ഛനോട് മകൻ ചെയ്ത ക്രൂരത, ഈ ക്രൂരതയ്ക്ക് ഇപ്പോൾ ഒടുവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുകയാണ്. സജിത്ത്, യെസ്, ടോം സൂചിപ്പിച്ചതുപോലെ ഏറെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു. അതിലാണിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവുന്നത് എന്നതാണ്. തൃപ്പൂണിത്തറയിലാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവം, 4 ദിവസം മുമ്പ് ഈ സംഭവം ഉണ്ടാവുന്നത്.